ചേട്ടാ, ചേട്ടന്റെ അടുത്തത്. അരെ നീയായിരുന്നോ? നീ വേണ്ട പട്ടിപ്പടിപ്പിച്ചാണ്ടേ ഇത്രയൊക്കെ സെറ്റപ്പ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചു. നാൻസി, മാനസിലത്തെ ആരെയും അകത്തോടെ ഉണ്ടാട്ടോ. മിസ്റ്റർ രാഹുൽ, ജസ്റ്റ് ഒന്ന് എണ്ണീറ്റിട്ട് ആ ഡോറിനോടെ പോയിട്ട് സാറേ മേ കമ്മിന്ന് ചോദിച്ചു. മാനസിന്റെ ഭാഗമായിട്ട് ഇരുന്നോട്ടെ. ഞാൻ പണ്ടത്തെ കൂട്ടൊന്നുമല്ല, ചെറു പ്രാരാബ്ദം കടങ്ങളൊക്കെ ഉണ്ട്. ഈ ജോലിയാണ് എന്റെ ലാസ്റ്റ് കച്ചിത്തിരുന്നത്. നമ്മളാ പഴയ കൂട്ടുകാരല്ലേ. ഫ്രണ്ട്സോ? നിനക്കിപ്പോ ഒന്നും ഓർമ്മയില്ലേ? പണ്ടത്തെ കാര്യം നീ മറന്നിട്ടില്ലല്ലോ. ഏത് സാറുമാരാ ഇല്ലാത്ത? വത്സല ടീച്ചർ, നിങ്ങൾക്കുള്ള അസൈൻമെന്റ് എടുത്ത് ഞാൻ കഷ്ടപ്പെട്ട് രാത്രി ഉറക്കമുളച്ചിരുന്ന് എഴുതുക. ഡേ ഞങ്ങൾ ഉറക്കമുളച്ച് പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അതിനിങ്ങനെ കണക്ക് പറയത്തില്ല. ഒരു കാര്യം ചെയ്, നീ ആദ്യം ചെയ്താ എന്നിട്ട് ഇന്ന് ഒന്നും കൂടെ എഴുത്. എന്നിട്ട് ഒന്നും കൂടെ നീയൊക്കെ ഉറക്കം ഉളക്ക്. മണിക്കൂർ സമയം കൂടെ ഉള്ളൂ, എല്ലാരും പെട്ടെന്ന് എഴുതിക്കോ. നീ കാണിച്ചു തന്നില്ലല്ലേ? നീ പുറത്തോട്ട് ഇറങ്ങുമല്ലോ, ഇത് പെടലി അടിച്ചാൽ തീരും. വരിക കാണിച്ചോളാം. നീ ഇങ്ങനെ 10 സീയുള്ള മഞ്ജുവിൻ്റെ അടുത്തോട്ട് പോയില്ലേ, അത് ഞങ്ങൾ അങ്ങേ ഡിങ്കോൾസ് എന്ന് പറഞ്ഞു പറ്റും. പിന്നെ കുറച്ച് ഫോട്ടോസ് കൂടെ ഇറക്കി കൊണ്ട് വിടും. മര്യാദയ്ക്ക് കാണിച്ചാടാ. ഡൗട്ട് ക്ലിയർ ചെയ്ത് 2.5 മണിക്കൂർ വെച്ച് കീറിയില്ലേ, ഒരു പേപ്പർ കുറഞ്ഞ് നീ കൊടുത്താൽ മതി. അത് അവൻ കൊടുക്കും. പറഞ്ഞു കേട്ടല്ലേ? ഇതോടെ കാണിച്ചാലും പറയുമ്പോ ഷോ കാണിക്കുന്നത്. ചുമ്മാ പാട് വരാത്ത രീതി അടിയിടാതെ. ഇവന്റെ ചൂണ്ടുകാരന് ഭയങ്കര കട്ടിയാണ്. അവന്റെ എഴുത്തിന്റെ ഫാസ്റ്റ് ആണ്. അത്ര ഫാസ്റ്റിന്റെ ആവശ്യമില്ല. അതങ്ങ് ഓടിച്ചു വിട്ടേക്ക്. വേണ്ട 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 വേണ്ട. നിനക്കിവിടെ ജോലിയില്ല. എടാ എന്റെ ജോലി. എടാ നീ പഴയ കാര്യങ്ങളൊന്നും ഓർക്കാതെ എനിക്ക് ജോലി തന്നല്ലോ. താങ്ക്സ്. രമേശേ, പോയിട്ടേ ഒരു ചായ വാങ്ങിച്ചിട്ടോ. രമേശ, നമ്മുടെ കമ്പനിയുടെ പുതിയ പിയൂണാണേ, നോക്കി കണ്ടു ചെയ്ത് കൊടുക്കട്ടോ. അന്നടാ പിയൂണ്. അളിയ, ഇത് റെസ്യൂം അല്ലേ? ഇതിനകത്ത് +2 പോലും ഇല്ല. പിന്നെ നിന്റെ അക്കാഡമിക്സ് അതെന്തുവാന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. പിന്നെ ഇവിടുത്തെ സെക്യൂരിറ്റി പോലും മിനിമം ഡിഗ്രിയാണ്. അപ്പൊ ഈ ഒരു ജോലിയിൽ നിനക്ക് അധികം പറ്റാ. മനസ്സിലായ? കേക്ക് നിന്റെ ഇഷ്ടമാ, വേണമെങ്കിൽ ഇരിക്കാം, ഇല്ലെങ്കിൽ പോവാം. കുഴപ്പമില്ല. അതെന്തായാലും നല്ലൊരു തീരുമാനമാണ്. ഒരു കാര്യം ചെയ്യ്, ചായ വാങ്ങിച്ചിട്ട് വന്നിട്ട് ധൈര്യമായിട്ട് കയറിക്കോട്ടോ. പിന്നെ മധുരം നല്ലപോലെ കേട്ടോ. സ്കൂളിൽ പഠിക്കാൻ പോയ സമയത്ത് തുടക്കത്തിൽ പഠിക്കാൻ ബുദ്ധിയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പഠിക്കണമെന്നുള്ള ആഗ്രഹം കാരണം ട്യൂഷനൊക്കെ പോയി കുത്തിയിരുന്ന് പഠിച്ച് കഷ്ടപ്പെട്ടു ഉറക്കം വളച്ച് കുറേ പഠിച്ചു. ഒരു സ്കൂളിൽ വരും, എക്സാമിന് നിനക്ക് കാണിച്ചു തരാനും നിന്റെയൊക്കെ അസൈൻമെന്റ് എഴുതി തരാനും നിനക്ക് കളിയാക്കുമ്പോൾ പാവടോട്ട് നിൽക്കാനും എത്രയൊക്കെ പഠിച്ച് മാർക്ക് മേടിച്ചാലും ക്ലാസ് ടോപ്പർ ആയാലും ഞാൻ നിന്റെയൊക്കെ മുന്നിൽ അന്ന് കഴുത. അവസാനം ഈ കഴുതയുടെ മുന്നിൽ നിനക്കൊക്കെ ഒരു ജോലിക്ക് വരേണ്ടി വന്നു. എന്നെപ്പോലുള്ള പല പഠിപ്പുകളും കഷ്ടപ്പെട്ട് പഠിച്ചുണ്ടാക്കിയതിന്റെ ബലത്തിന്റെ സുഖവാടാ നീയൊക്കെ ഇപ്പൊ അനുഭവിക്കുന്നത്. പോയിട്ട് വരുമ്പോ ഒരു പരിപ്പട കേട്ടോ. പോയിട്ട് വരുമ്പോ നമ്മുടെ ദാശായണിയുടെ കടയിൽ നിന്ന് ഒരു പരിപ്പോട മേടിച്ചോണ്ടോ. മൂത്തുപോല്ലേ, നോക്കി മേടിച്ചോ. കരിങ്ങി പോകരുത്, അല്ലെ മോന്തൊക്കെ എടുത്ത് എറിയും. കരിങ്ങ നിന്റെയൊക്കെ മോന്തൊക്കെയാണ് എടുത്തെറിയും. ജോലി കിട്ടിയല്ലേ, ഞാൻ അറിഞ്ഞ് ചെലവുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ആദ്യമായിട്ട് ജോലി കിട്ടുന്നത് നിനക്കാ. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ചെലവും നീ തന്നെ ഇനി നോക്കണം. ഞാനോ? നീ തന്നെ. ഞാൻ ഈ വർക്ക് തീർക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിനെ കുറിച്ച് പഠിക്കണമല്ലോ ഈശ്വരാ. എന്നാ പഠിക്കേണ്ട സമയത്ത് പഠിച്ചായിരുന്നെങ്കിലേ വർക്കൊക്കെ ചെയ്താ പോരായിരുന്നു. പഠിക്കാത്തവർക്ക് ഇവിടെ ജോലിയുണ്ട് കേട്ടാ. ജോലി ഉണ്ടെണ്ണ, പക്ഷെ ആ ജോലിക്കൊക്കെ ഇപ്പൊ ബംഗാളികളാ. ആ ജോലി നമുക്ക് ചെയ്യാൻ വയ്യാമല്ലോ. എത്ര സമയം എടുത്താലേ ഞാനിത് തീർത്തോളാം. അണ്ണാ പിന്നെ പോയിട്ടൊരു ഫുൾ എടുത്തോണ്ടോ. MH ഞാൻ നിന്റെ വ്യൂണല്ല, ഞാൻ അവന്റെ വ്യൂണാ. ഒന്ന് പോടെ. ഇവിടെ എനിക്കല്ല സാറിന്. എന്നാടാ എന്റെ ബാഗ്? നാളെ ട്രിപ്പിന് വരുമ്പോ ഈ ബാഗ് കൊണ്ടുവരണം. കുലുക്കം കാണും, ഒരുപാട് കുലുക്കി പൊട്ടിക്കേണ്ട. ഞങ്ങൾക്ക് നാളെ ട്രിപ്പിന് പോകുമ്പോ അടിച്ചു പൊടിക്കാനുള്ള സാധനമാണ്.
മര്യാദയ്ക്ക് കൊണ്ടുപോകണം. നിന്റെ ബാഗ് ആകുമ്പോൾ സാറുമാർ ചെക്ക് ചെയ്യത്തില്ല. പിന്നെ പോയിട്ട് വരുമ്പോ മാൽഗ്രോടെ 2 ഷർട്ട് കൊടുത്തു. മനോജേ, എൻ്റെ റൂമിൽ വെള്ളമില്ലേ? എടുത്തേക്കണേ. കഴിഞ്ഞില്ല ഇത് കാലിയാവുന്നില്ല. ഇപ്പൊ പോയി കാണുമല്ലോ. വെളുക്കുന്നിടം വരെ എന്നാലേ തീരത്തുള്ളൂ. അത് തീർത്തിട്ട് പോയാൽ മതി കേട്ടോ. നമ്മളൊക്കെ അന്നൊരു 10-15 കൊല്ലം കഷ്ടപ്പെട്ട് ഉറക്കമുളച്ചോണ്ടേ ഇപ്പൊ ഹാപ്പിയായിട്ട് ജീവിക്കുന്നു. ഇനിയിപ്പൊ നീ ഒരു 19 കൊല്ലെങ്കിലും ഇതുപോലെ ഉറക്കമുളക്കേണ്ടി വരും. ഒന്ന് തെണ്ടിപ്പറക്കെങ്കിലും ജീവിക്കാൻ. ഇതൊന്ന് പറഞ്ഞു തരൂ. ഞാൻ പറഞ്ഞുതരാം. ഇതെന്തോ 10ാം ക്ലാസ്സിലെ പരീക്ഷ. അല്ല, അവൻ എവിടെ പോയേക്കുവാ? 2 ദിവസമായിട്ട് കാണുന്നില്ലല്ലോ. പുള്ളി തായ്ലൻഡില് ഫാമിലി ആയിട്ട് ഒരു ടൂർ പോയേക്കുക. കുറച്ച് ദിവസം കഴിയും വരാൻ. ബിസിനസ് എങ്ങനെ ഉണ്ട്? എടാ, നമ്മളിപ്പോ എൻജോയ് ചെയ്യാൻ വന്നില്ലേ? ഒന്ന് എൻജോയ് ചെയ്യുക, അതൊക്കെ വിട്ടേക്ക്. ശരിയാ, നമ്മളിലേക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുമല്ലോ. അത് തന്നെ. സ്ട്രെസ് ഫ്രീ. യെസ്. നിന്റെ കൂട്ടുകാരനോട് പറഞ്ഞേക്കണം, ടീച്ചർ ചോദിക്കുമ്പോഴത്തേക്കിന് മൂന്നാറോ മൈസൂറോ ടൂറ് പോവാൻ കേട്ടോ. ട്രിപ്പ് ഞങ്ങൾ പറയുന്നിടത്ത് പോകും. മൂന്നാറോ വയനാടോ മൈസൂരോ ബാംഗ്ലൂരോ അല്ല. അല്ലാതെ ISRO പൊക്കുന്നിടത്തും മറ്റേടത്തും മറിച്ചെടുത്തൊന്നും പോകാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ജീവിതം ഒന്ന് ആസ്വദിക്കണം. പറഞ്ഞ സ്ഥലത്തേ പോവും. ടീച്ചറിനോട് പറയാം, അവനോട് പറയണം. ഇവിടെ ചേമ്പ് നിനക്ക് ഇട്ടടി കേട്ടല്ലോ. എനിക്ക് 2 ദിവസത്തെ ലീവ് വേണം. യോ, ലീവൊന്നും ഇല്ല. തന്റെ പഞ്ചിങ് ഓൾറെഡി തെറ്റിപ്പോയിരിക്കുവോ. അതുകൊണ്ട് 2 മാസത്തേക്ക് ലീവേ ഇല്ല കേട്ടോ. നീ പോയി കഴിഞ്ഞ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? വേറെ ആരെങ്കിലും ഒന്ന് തൽക്കാലം ഏൽപ്പിക്കേ. വേറെ ആര്? ഇവിടെ എല്ലാവർക്കും ഓരോരോ പണിയുണ്ട്. അവർക്ക് എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റുന്നു. നീ ഞാൻ പണിയോട് വന്നേ. എന്ത് വാടാ? എടാ, വിശന്നിട്ട് എനിക്ക് ഇരിക്കാൻ വയ്യടാ. മന്തി കഴിക്കാൻ എനിക്കൊരു 200, അല്ല മന്തിയും പെപ്സിയും വേണം. ഒരു 250 എൻ്റെ അക്കൗണ്ടിലോട്ട് നിറാ. എടാ, എന്റെ എവിടുന്നാടാ? എനിക്ക് ജോലി ഉള്ളതിലോട് ഒന്നും ഇട്ടതാടാ. എടാ, ഫസ്റ്റ് സാലറി കിട്ടണടാ പട്ടി. എടാ, നീ അവിടുത്തെ നിന്റെ മാനേജർ നിനക്ക് കടം മേടിച്ചെങ്കിലും അയച്ചു. വെച്ചിട്ട് പോടാ. എടാ അളി, ആ C5 ഒന്ന് റീചാർജ് ചെയ്യടാ. എന്തിന്? എടാ, കളി കാണാനടാ. വീട്ടിൽ ഇരുന്നിട്ട് ഭയങ്കര പോസ്റ്ററാ. ബോറടിച്ചിട്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. കളിയെങ്കിലും കണ്ടോണ്ടിരിക്കട്ടെ. ഒന്ന് റീചാർജ് ചെയ്യടാ. എടാ, വല്ല പണിക്കും പോടാ. എടാടാടാ, നീ പോയിട്ട് പണിക്ക് പോയിട്ട് 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ. നീ എനിക്കിട്ടുണ്ടാക്കാൻ വരില്ല. നീ മര്യാദക്ക് റീചാർജ് ചെയ്യ്, കളി കാണട്ടെ. ഓ, ഇതിലും ഭേദം ഞാൻ ജോലിക്ക് പോയിരിക്കുന്ന നല്ലത്. ഈ ശമ്പളം കിട്ടുന്ന മൊത്തം അവന് ഞാൻ കൊടുക്കണം. ആ, ഒരാഴ്ച ട്രിപ്പിലായിരുന്നു. ഇന്ന് ഓഫീസിലോട്ട് വരാൻ പോന്നെ. ഓ, അതൊന്നും കുഴപ്പമില്ല, നമുക്ക് റെഡിയാക്കാം. ഇത് കഴിഞ്ഞിട്ട് ഇനി ഫോർച്യൂണറൂടെ കഴിയാറുണ്ടല്ലോ. ജോലി എന്ന് പറയുമ്പോ ഇനിയിപ്പോ ഇവിടെ 2 വേക്കൻസി, ഒന്ന് സെക്യൂരിറ്റിയും പിന്നൊന്ന് മറ്റേ വണ്ടി എഴുതുന്നു. എന്തായാലും കുഴപ്പമില്ല, നല്ലതായിട്ട് പണിയെടുക്കുന്ന ഇറക്കണ. എടാ അഖിലേ, അല്ല നീ ഇവിടെ? നമ്മുടെ രാഹുലില്ലേ, അവൻ മേടിച്ചത് ജോലിയാടാ. അല്ല, നീ ഇവിടുത്തെ ആരാ? ഞാൻ അവിടെ ചുമ്മാ കാണാൻ വേണ്ടിയൊക്കെ വന്ന. നടക്കട്ടെ, കഴിക്കും. പിന്നെ നമ്മുടെ സ്കൂളിൽ നമ്മൾ വാട്ട് നിർത്തുന്നുണ്ടല്ലോ അഖില്, അവൻ ഇവിടെ ജോലി ചോദിച്ചു വന്നിട്ടുണ്ട്. ജോലി കിട്ടിയാൽ മതിയായിരുന്നു. കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവന് ഇവിടെ ഇട്ട് വാട്ടും. ആ സ്കൂളിലെ പോലെ അവനെ നമുക്ക്